പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തിരുനാൾ ആഘോഷങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് ഈ തിരുനാളുകളുടെ അർത്ഥം, ലക്ഷ്യം എന്ന് നമ്മൾ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. തിരുനാളുകൾക്ക് മുഖ്യമായും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം തന്ന വലിയ അനുഗ്രഹങ്ങൾ, അവിടുത്തെ കൃപകൾ അനുസ്മരിക്കുക, ഓർമ്മിക്കുക, ഓർമ്മ ദിവസങ്ങളാണ്. 2, ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക, കൃതജ്ഞതയുടെ അവസരമാണ്. 3, ദൈവം നൽകിയ ഈ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, സന്തോഷമായി കഴിയുക എല്ലാവരും. അനുസ്മരണം, കൃതജ്ഞത, സന്തോഷം അതെല്ലാവർക്കും ഉള്ളതാണ്. 4, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള തീരുമാനം പുതുക്കുക. അപ്പോൾ അനുസ്മരണം, കൃതജ്ഞത, സന്തോഷം, അനുസരണം, ഈ 4 ഘടകങ്ങൾ തിരുനാൾ ആഘോഷങ്ങളിൽ ഉണ്ടാവണം. ഇതില്ലാതെ വന്നാൽ തിരുനാളുകൾ വെറും ആഘോഷങ്ങൾ മാത്രമായി അധപ്പതിക്കും. അതിനെതിരെ ശക്തമായ താക്കീതുകൾ പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. നമ്മൾ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട തിരുനാളുകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി പുതിയ നിയമത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമായും ഈ പഠന പരമ്പരയുടെ ലക്ഷ്യവും പുതിയ നിയമത്തിലെ തിരുനാളുകൾ അടുത്ത് പരിചയപ്പെടുക, അർത്ഥം മനസ്സിലാക്കുക എന്നതാണ്. ആരാധന വർഷം മുഴുവനും ഈ തിരുനാളുകളുമായി ബന്ധപ്പെടുത്തിയാണ്, അഥവാ ആരാധന വർഷത്തെ തന്നെ വിഭജിച്ചിരിക്കുന്ന തിരുനാളുകളുടെ പശ്ചാത്തലത്തിലാണ്. പുതിയ നിയമം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. മംഗലവാർത്ത എന്ന് പറയും. മനുഷ്യൻ ആയി അവതരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ തുടക്കത്തിൽ കാണുന്നത്. രക്ഷാചരിത്രം പൂർത്തിയാവുന്നത് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുന്നതിലൂടെയാണ്. മാർച്ച് 25 മംഗലവാർത്ത തിരുനാളായി സഭ ആഘോഷിക്കുന്നത്. കൃത്യമായൊരു ഡേറ്റാണെന്ന് നമുക്ക് പറയാനാവില്ല. ഡിസംബർ 25 യേശുവിൻ്റെ ജനനം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് 9 മാസം പുറകോട്ടെടുത്ത് മാർച്ച് 25 മംഗലവാർത്ത തിരുനാളായി സഭ ആഘോഷിക്കുകയാണ്. ഇപ്പോൾ ആരാധന വർഷ ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ മംഗലവാർത്ത രക്ഷാചരിത്രവുമായി ബന്ധപ്പെടുമ്പോൾ മംഗലവാർത്തയായിരിക്കും ആദ്യമേ ആഘോഷിക്കുന്ന തിരുനാൾ. അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് മുമ്പേ ബൈബിളിൽ നിന്നൊരു ഭാഗം ഞാൻ വായിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും മംഗലവാർത്തയുടെ വിവരണമുണ്ട്. ഞാൻ ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് വായിക്കുന്നത്. ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ദൈവം ഭൂമിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് സുവിശേഷകൻ ഇവിടെ അവതരിപ്പിച്ചത്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ വരവിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമ്മളിന്ന് മംഗലവാർത്ത എന്ന പേരിൽ ആഘോഷിക്കുന്നത്. അനൗൺസിയേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അനൗൺസിയേഷൻ, അനൗൺസിങ്, വരുന്ന ഒരു ആളിൻ്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് മംഗലവാർത്തയാണ്, സന്തോഷം നൽകുന്ന വാർത്തയാണ്. വലിയ സന്തോഷം നൽകുന്ന വാർത്ത ഇതാണ്. മനുഷ്യനെ ദൈവം അവൻ്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് വിടുന്നില്ല. അവർ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും നശിക്കാനായി ദൈവം അനുവദിക്കുന്നില്ല. മനുഷ്യൻ്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വരുന്നു. അനേകം തവണ ദൈവം കടന്നു വന്നിട്ടുണ്ട്. ബൈബിളിൻ്റെ ആരംഭം മുതലേ കാണാം മനുഷ്യനെ തേടി വരുന്ന ദൈവത്തിൻ്റെ ചിത്രം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ ദൈവത്തോടുകൂടി ആയിരുന്ന മനുഷ്യൻ്റെ കഥ നമ്മൾ വായിക്കും. പ്രത്യേകിച്ചും 2-ാമത്തെ അധ്യായത്തിൽ പറുദീസാലായിരുന്ന മനുഷ്യൻ. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന മനുഷ്യൻ, ദൈവത്തോട് ഒന്നിച്ചായിരുന്ന മനുഷ്യൻ തൻ്റെ അവസ്ഥയിൽ സംതൃപ്തനാവാതെ തനിക്ക് അർഹമല്ലാത്തത് എന്തോ തേടിയെടുക്കാനുള്ള ശ്രമത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകും നമ്മൾ കാണും.
വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് പുറത്താകുന്ന മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ. ആ പഴം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകുമെന്നൊക്കെ പറഞ്ഞ് ദൈവമാകാനായിട്ട് ശ്രമിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്നതിൽ സംതൃപ്തനാവാതെ സ്വയം ദൈവമാകാനായി ശ്രമിച്ച് അവസാനമെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം വിവരിക്കുക. പക്ഷേ അവിടുന്ന് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ട ഈ മനുഷ്യനെ ദൈവം തനിയെ വിടുകയല്ല ചെയ്യുന്നത്. അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുത്തിരുന്നൊരു വാഗ്ദാനം നീയും സ്ത്രീയും തമ്മിലും സർപ്പത്തോട് പറയുന്നതാണ്. മനുഷ്യനെ പ്രലോഭനത്തിലേക്ക് നയിച്ച് തിന്മയിലേക്ക് നയിച്ച് തിന്മയുടെ ശക്തിയെയാണ് സർപ്പം എന്നോട് പറയുക. ആ സർപ്പത്തിന് കൊടുക്കുന്ന ശിക്ഷയിൽ ഇപ്രകാരം ഒരു വാഗ്ദാനമുണ്ട്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ദൈവം തന്നെ മനുഷ്യനോട് ചേർന്ന് നിൽക്കുമെന്നും തിന്മയ്ക്കെതിരായിട്ടുള്ള സംഘട്ടനത്തിൽ മനുഷ്യൻ തനിച്ചായിരിക്കുകയില്ല, അവനേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ള തിന്മയെ പരാജയപ്പെടുത്താൻ അവർ സ്വയമേ സാധിക്കാത്ത സാഹചര്യത്തിൽ ദൈവം തന്നെ കടന്നു വരുമെന്നും അവനോട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ തിന്മയിൽ നിന്ന് മോചിപ്പിക്കുമെന്നുള്ള വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. ആദ്യ സുവിശേഷമെന്നോ പ്രോട്ടോ എവങ്കേലിയം എന്നോ ഒക്കെ അത് വിശേഷിപ്പിക്കാറുണ്ട്. ആദ്യത്തെ സുവിശേഷമാണ്. പർദീസ നഷ്ടപ്പെടുന്ന മനുഷ്യന് ദൈവം നൽകുന്ന ആദ്യത്തെ സദ്വാർത്ത: ഞാൻ നിന്നെ തനിയെ വിടുകയില്ല, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഈ തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും എന്ന വാഗ്ദാനമാണ്. സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ ഈ തിന്മയുടെ മേൽ വിജയം വരിക്കും. ഇതാണ് ആദ്യത്തെ പ്രവചനമെന്ന് കാണുന്നത്. ഇപ്പോൾ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമെന്നും മനുഷ്യനോട് കൂട്ടുചേർന്ന് നിന്നുകൊണ്ട് തിന്മയെ പരാജയപ്പെടുത്താൻ മനുഷ്യനെ സഹായിക്കുമെന്ന് നൽകുന്ന വാഗ്ദാനം. ഈ വാഗ്ദാനം പിന്നീട് അനേകം തവണ ആവർത്തിക്കപ്പെടുകയുണ്ടായി. അബ്രാഹത്തിന് കൊടുത്തു: നിന്നിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും. യാക്കോബിൻ്റെ പേരുമാറ്റി ഇസ്രായേൽ എന്നാക്കി ദൈവത്തോട് മത്സരിച്ച് ജയിച്ചവൻ നിന്നിലൂടെ ഭൂമുഖത്തെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്നായി. യാക്കോബ് തന്നെ മക്കൾക്ക് കൊടുക്കുന്ന ആശീർവാദത്തിൽ യൂദാ എന്ന മകനെ ആശീർവദിപ്പിക്കാൻ പറയും: യൂദായിൽ നിന്ന് ഒരു രക്ഷകൻ വരും, രാജാവുണ്ടായിരിക്കും. പിന്നീട് മരുഭൂമിയിലൂടെ യാത്രാമധ്യേ നടക്കുന്ന ഒരു പ്രവചനമുണ്ട്, ബാലാമിൻ്റെ പ്രവചനം. സംഖ്യാപുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിൽ നിന്നൊരു രാജാവ് വരുന്നതിനെക്കുറിച്ച് ഒരു പ്രവചനമുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി പ്രവചനമാണ്. അബ്രാഹത്തിനോട് വാഗ്ദാനം, പിതാക്കന്മാർക്ക് ആവർത്തിക്കപ്പെട്ട വാഗ്ദാനം. ഏറ്റവും നിർണായകമായ പ്രവചനം നമ്മൾ കാണുന്നത് ദാവീദിന് നൽകിയ പ്രവചനമാണ്. ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വഴി ദൈവം അരുളി ചെയ്യുന്നു: നിന്റെ പുത്രൻ എന്നേക്കും രാജാവായി ഭരിക്കും, നിന്റെ മരണശേഷം നിന്റെ സിംഹാസനത്തിലിരിക്കാൻ ഞാൻ ഒരുവനെ അയക്കും. അപ്പോൾ ദാവീദിൻ്റെ സിംഹാസനം ശൂന്യമാവുകയില്ല, ദാവീദിൻ്റെ പുത്രൻ രാജാവായിരിക്കും. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ദീർഘമായ പ്രവചനമുണ്ട്. ഈ പ്രവചനങ്ങൾ പിന്നീട് പ്രവാചകന്മാരുടെ ആവർത്തിക്കപ്പെടുകയുണ്ടായി, യേശയ്യായും ആമോസും ജെറമിയായും എല്ലാം. ഇങ്ങനെയുള്ള നിരവധിയായ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഈ മംഗലവാർത്തയിൽ ആരംഭിക്കുന്നത്. ദൈവം ഇതുവരെ ഒരുങ്ങുകയായിരുന്നു തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ. ആദ്യം പറഞ്ഞില്ല ആരായിരിക്കും രക്ഷകനെന്ന്. ഇവിടെ വന്നു കഴിയുമ്പോഴേ അറിയുകയുള്ളൂ ദൈവം തന്നെയാണ് കടന്നു വരുന്നത് ഈ ഭൂമിയിലേക്ക്. തിന്മയ്ക്കെതിരെ മനുഷ്യനെ വിജയിപ്പിക്കാനായി ദൈവം തന്നെ കടന്നു വരുന്നു. ആ കടന്നു വരാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന സഹകരണമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കാ എഴുതിയ സുവിശേഷത്തിലും ദൈവത്തിൻ്റെ ഈ മുന്നറിയിപ്പ് കാണുന്നുണ്ട്. ഞാൻ വായിച്ചത് ലൂക്കാ എഴുതിയ സുവിശേഷത്തിലായിരുന്നു. അവിടെ നസറത്ത് എന്ന ഗ്രാമത്തിൽ, ഇന്നത്തെ ഇസ്രായേലിലാണ്, ഗലീലി തടാകത്തിന് ഏകദേശം 20-25 കിലോമീറ്റർ തെക്കായിട്ടുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നസ്രത്ത്. അറിയപ്പെടാത്തൊരു ഗ്രാമമായിരുന്നു അന്ന്. ആ നസ്രത്തിലെ ഗ്രാമത്തിലെ ഒരു ആശാരിപ്പണിക്കാരനായ ജോസഫിന് വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കന്യകയായ മറിയം, 14-15 വയസ്സ് കാണും പെൺകുട്ടി. അവളുടെ അടുക്കലാണ് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരുന്നത് ഈ ഒരു സന്ദേശവുമായി. അപ്പോൾ മറിയത്തിന് നൽകുന്ന മംഗലവാർത്തയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യമേ കാണുന്നതാണ്: മറിയം അടുത്തു വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നന്മ നിറഞ്ഞവൾ എന്നുമല്ല, ദൈവകൃപ നിറഞ്ഞവൾ എന്നല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയായവൾ. യു മോസ്റ്റ് ഫേവേർഡ് വൺ, ഹൈലി ഫേവേർഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു കൃപ കൊണ്ട് നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയ്ക്ക് പാത്രീഭൂതയായവ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താണ് ഈ കൃപ? എന്താണ് വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാൻ. ദൈവം നിന്നോടുകൂടെ എന്ന് ബൈബിളിൽ പലതവണ കാണും, പഴയ ധാരാളം തവണ കാണാറുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു ആശംസ കണ്ടാൽ മനസ്സിലാക്കണം ദൈവം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയാണ്. അബ്രാഹത്തെ വിളിക്കും, പറയും ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട. യാക്കോബിനോട് പറയും നീ പോകുന്നിടത്തല്ല ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ജെറമിയായി വിളിച്ചപ്പോൾ പറയും നീ ഭയപ്പെടേണ്ട, നിന്റെ സഹായത്തിന് ഞാനുണ്ട്. യോശുവായി വിളിക്കപ്പെടും ഞാനുണ്ട് കൂടെ. ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്നത് ഇവിടെ ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റാൻ നിന്നെ സഹായിക്കാൻ ദൈവം കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴും മറിയം മനസ്സിലാക്കുന്നില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം.
ഇപ്രകാരം ഒരു ദൂത സന്ദേശം കിട്ടാൻ എന്താണ്? അതിനെക്കുറിച്ച് അത്ഭുതപ്പെടുമ്പോൾ അവർ പറയും, മറിയമേ നീ ഭയപ്പെടേണ്ട. ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമേ പറയുന്ന വാക്കിതാണ്, ഭയപ്പെടേണ്ട, ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടേണ്ട, ദൈവം നിന്നോട് കൂടിയുണ്ട്, നീ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തിയിരിക്കുന്നു, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ പുത്രൻ്റെ അമ്മയാകാനായിട്ട് വിളിക്കപ്പെടുകയാണ്. അവൻ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ ഭരണം നടത്തും, അവൻ രാജ്യത്തിന് അവസാനം ഉണ്ടായിരിക്കുകയില്ല, അവസാനമില്ലാത്തൊരു വലിയ രാജ്യത്തിൻ്റെ അധിപനാകാൻ രാജാവായി ജനിക്കാൻ പോകുന്നവൻ ദൈവത്തിൻ്റെ തന്നെ പുത്രനായിരിക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്നാണ് മറിയം ചോദിക്കുക. ഞാൻ വിവാഹിതയാണ്, വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടവളാണ്, എന്താണ് എൻ്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുന്നത്? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, എന്താണ് സംഭവിക്കുക? എങ്ങനെയാണ് ഈ ജന്മം നടക്കേണ്ടത്? അതിന് ദൂതൻ കൊടുക്കുന്ന മറുപടി ഇതാണ്, ഇതൊരു ശാരീരികമായ ലൈംഗിക പ്രക്രിയയിലൂടെ ആയിരിക്കുകയില്ല ഈ പുത്രന് ജന്മം നൽകുക. അതിന് കൊടുക്കുന്ന വ്യക്തിയ വിശദീകരണം ഇതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവൻ കന്യകയിൽ നിന്ന് ജനിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ പുത്രനാണിവൻ. ഈ ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുന്നൊരു കന്യകയിൽ നിന്നാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുടെ ഭാഗമായി. അത് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരുന്നതാണ്, ഇതാ കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയുടെ ഫലമായിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരിക. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവിനുള്ള കന്യകാജനനം വിശ്വാസത്തിൻ്റെ ഭാഗം എന്നല്ലാതെ കൃത്യമായിട്ട് എങ്ങനെ സംഭവിക്കുന്നു മനുഷ്യബുദ്ധി കൊണ്ട് കണ്ടെത്തുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എന്നും ഇത് ചർച്ചാവിഷയമായിരുന്നു, പലരും നിഷേധിക്കാറുണ്ട്. പക്ഷേ വളരെ വ്യക്തമായി ബൈബിൾ എടുത്തു കാണിക്കുന്നൊരു കാര്യം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊന്നായിട്ടാണ് എടുത്തു കാണിക്കുക. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതേസമയം 3 ദൈവങ്ങളല്ല, ഒരേ ദൈവം തന്നെ. ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. ഈ ഒരു വിശ്വാസ സത്യമാണ് വാസ്തവത്തിൽ നമ്മൾ ഈ മംഗലവാർത്തയിൽ കേൾക്കുന്നതും. അത് വളരെ ലളിതമായി ഇവിടെ അവതരിപ്പിക്കുന്നു. പിന്നീട് കാണും, പിന്നീട് പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ കാണാൻ പോകുന്ന ഒരു കന്യകയായിരിക്കുന്ന സ്ത്രീ ഗർഭിണിയാകുന്നു. അത് ചോദ്യ വിഷയമാകാം. മത്തായിയുടെ സുവിശേഷത്തിൽ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇത് സംഭവിക്കുക? ആർക്കും വിശദീകരണത്തിന് സാധ്യതയില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിന് അത് വിശദീകരിച്ച് കൊടുക്കുന്നതായിട്ട് കാണും ദൈവദൂതൻ ഒരു സ്വപ്നത്തിലൂടെ. അപ്പോൾ ഇതിനൊരു അടയാളം കൂടി കൊടുക്കുകയാണ്. വൃദ്ധയും വന്ധ്യയുമായിരുന്ന എലിസബത്ത്, നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഈ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. ഇവൾക്ക് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ഇതാണ് മംഗലവാർത്തയുടെ കേന്ദ്രമായിട്ട് കാണിക്കുക. ദൈവത്തിന് ഒന്നും അസാധ്യമായില്ല. മറിയത്തിന് കാര്യം മനസ്സിലായി. ദൈവം എൻ്റെ ജീവിതം പൂർണ്ണമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുക? എനിക്കെന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇതാ കർത്താവിൻ്റെ ദാസി അടിമയാണ്, നിൻ്റെ വാക്ക് ഇനി നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായി ഒരു ജീവിതം ഇനിയില്ല. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാസിയാണ് ഞാൻ. ദൈവം തനിക്ക് ഇഷ്ടമുള്ളത് എന്നോട് ചെയ്തു കൊള്ളട്ടെ. അതാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം. അടിമയ്ക്ക് സ്വന്തമായൊരു തീരുമാനമില്ല, അടിമയ്ക്ക് സ്വന്തമായൊരു ജീവിതമില്ല, ആഗ്രഹങ്ങളും പ്രത്യാശകളുമില്ല. എല്ലാം ഉടമയുടേത്. ദൈവം എൻ്റെ ഉടമയാവനാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇതാണ് മറിയത്തിൻ്റെ നിലപാട്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം ഇനി സംഭവിക്കട്ടെ. അതൊരു വലിയ തീരുമാനമായിരുന്നു. നമുക്കറിയാം, അന്നത്തെ സാഹചര്യത്തിൽ വളരെ അപകടം പിടിച്ചൊരു തീരുമാനം കൂടിയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് അറിയാതെ ഗർഭിണിയായാൽ അവൾ വേശ്യാവൃത്തി ഏർപ്പെട്ടു എന്നാണ് സാധാരണ ചിന്തിക്കുക. ഇപ്രകാരം വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന വ്യക്തി ഗർഭിണിയായെങ്കിൽ ആ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നതായിരുന്നു യഹൂദ നിയമമനുസരിച്ച്. ഇപ്പോൾ മറിയം ഇപ്രകാരം ഒരു ദൈവത്തിൻ്റെ ഇടപെടലിന് സ്വയം വിട്ടുകൊടുക്കുമ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് മറിയത്തെ രക്തസാക്ഷിയുടെ അമ്മ എന്നൊക്കെ വിശേഷിപ്പിക്കുക. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ദൈവമാണ് എൻ്റെ ജീവിതം എടുക്കുന്നത്, അവൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, എന്നെക്കൊണ്ട് ഇഷ്ടമുള്ളത് അവൻ ചെയ്തു കൊള്ളട്ടെ. ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച ആ ജീവിതം അത് അർത്ഥവത്തായി തീരുകയാണ്. ഇങ്ങനെ സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടത്തോടുകൂടി പൂർണ്ണമായി സമർപ്പിച്ച ഒരു വ്യക്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മം ഇവിടെ പൂർത്തിയാകാൻ പോവുക. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. മറിയത്തിനും സാധിക്കില്ല, അയ്യോ ഇത് എനിക്ക് പറ്റില്ല ഈ പരിപാടി എന്ന് പറഞ്ഞ് ഒഴിവാകാൻ അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ ഹിതമാണ് ഇതെന്ന് മറിയം മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ അവൾ സന്നദ്ധയായി. ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാണ് ലൂക്ക എഴുതിയിരിക്കുന്ന സുവിശേഷത്തിൽ മംഗലവാർത്തയുടെ അടിസ്ഥാനമായിട്ട് കാണുക. ദൈവത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു. ആ ക്ഷണം എങ്ങോട്ടാണ് നയിക്കുന്നത് പൂർണ്ണമായിട്ടൊന്നും അറിയാൻ സാധിച്ചില്ല. നമുക്ക് അറിയാം പിന്നീട് പോകുന്ന മറിയത്തിൻ്റെ ജീവിതം എങ്ങനെയാണ്. ജോസഫിൻ്റെ സംശയമുണ്ടാകുന്നുണ്ട്. പിന്നീട് അവിടെ ഒളിച്ചോട്ടമുണ്ട്. ബെത്ലഹത്ത് ജനിക്കുന്ന ശിശുവിന് പിറക്കാൻ ഇടം കിട്ടാത്ത സാഹചര്യം, ജനിച്ച ഉടനെ ശിശുവിനെ വധിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ അധികാരികൾ, അവരെ ഈജിപ്തിലേക്കുള്ള പലായനം, ഇതെങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് മറിയത്തിന് ഒരു വിവരവും ഇപ്പോൾ ഉണ്ടായി കാണില്ല. തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല. അവസാനം ഈ മകൻ തന്നെ കുരിശിൽ മരിക്കുമെന്നൊന്നും ഇപ്പോഴറിയില്ല. പക്ഷേ
ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച ജീവിതം, അത് എന്തും സ്വീകരിക്കാൻ ദൈവം എനിക്ക് തരുന്നത് എപ്പോഴും നന്മ മാത്രമായിരിക്കും, എനിക്ക് നന്മയല്ലാത്തൊന്നും വരാൻ ദൈവം അനുവദിക്കുകയില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി ഇതാ കർത്താവിൻ്റെ ദാസി മറിയം സ്വയം സമർപ്പിച്ചു. ഇത് മറിയത്തിന് ലഭിച്ച മംഗലവാർത്ത. ഇതിൻ്റെ ഒരു മറുവശമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ. മത്തായി എഴുതിയ സുവിശേഷം ജോസഫിനെ കേന്ദ്രമാക്കി, പിതാവായ ജോസഫിനെ കേന്ദ്രമാക്കിയാണ് വിവരിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെക്കുറിച്ച് പറയുന്നത്, രക്ഷകനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തുടക്കം തന്നെ അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. യേശു ക്രിസ്തുവാണ്, മിശിഹാണ്, ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ രാജാവുമാണ്. അവൻ അബ്രാഹത്തിൻ്റെ പുത്രനാണ്, ദാവീദിൻ്റെ പുത്രനാണ്. അപ്പോൾ ദാവീദിൻ്റെ പുത്രനാണ് രക്ഷകൻ എന്ന് എടുത്തു പറയുക, അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം, ദാവീദിന് ലഭിച്ച വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം, ദാവീദിൻ്റെ പുത്രനായ മിശിഹ രാജാവാണ് യേശു. ഇത് സ്ഥാപിക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ മുഖ്യമായി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെയും ദാവീദിൻ്റെയും പേരെടുത്ത് പറയുക. പിന്നീട് ഒരു വംശാവലി എടുത്ത് കാണിക്കുന്നുണ്ട്. വംശാവലി ചെന്ന് അവസാനിക്കുന്നത് ജോസഫിനാണ്. ഇപ്പോൾ ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, ആ ജോസഫ് മറിയവുമായി വിവാഹ വാഗ്ദാനത്തിലായിരുന്നു. അത് മത്തായി പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. ഇതാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന മംഗലവാർത്ത. ഇവിടെ മംഗലവാർത്ത ജോസഫിനോടാണ് അറിയിക്കുക. ലക്ഷ്യം വ്യത്യാസം കൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ യേശുവിനെ ദാവീദിന്റെ പുത്രനായി അവതരിപ്പിക്കുകയാണ് മുഖ്യമായ ലക്ഷ്യം. ലൂക്കായുടെ സുവിശേഷത്തിലാകട്ടെ പാവപ്പെട്ടവരുടെ, പതിതരുടെ സ്നേഹിതനായി, രക്ഷകനെ ചിത്രീകരിക്കുന്നു ലൂക്ക. അവിടെ മറിയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിവരണം, ഇവിടെ ജോസഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പക്ഷേ വിവരണത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് തന്നെ, അതിൻ്റെ മുഖ്യമായ ആശയം ഒന്ന് തന്നെയാണ് കന്യകാജനനം. ദൈവത്തിൻ്റെ പുത്രനാണ് ജനിക്കാൻ പോകുന്നത്. ആ ജനിക്കാൻ പോകുന്നത് കന്യകയിൽ നിന്നായിരിക്കും. പക്ഷേ ആ കന്യക പരിശുദ്ധാത്മാ പ്രവർത്തനത്താലാണ് ഗർഭിണിയാവുക. ആ കന്യക വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ജോസഫ് എന്ന പുരുഷനോടാണ്. രണ്ടുപേരും ഒരേ പറയും, മത്തായും ലൂക്കായും. പക്ഷേ മറിയം ഗർഭം ധരിക്കുന്നത് ജോസഫിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് പറയും. അർത്ഥം എന്താണ്? ജനിക്കാൻ പോകുന്ന ശിശുവിന് ഒരു ഭൗതികമായ പിതാവില്ല, അവൻ്റെ പിതാവ് ദൈവമാണ്. അപ്പം ജോസഫിൻ്റെ സ്ഥാനം എന്താണ്? ജോസഫ് വളർത്തു പിതാവാണ്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ ജോസഫാണ് യേശുവിൻ്റെ പിതാവ്. അത് സ്ഥിരീകരിക്കുന്നതാണ് ജോസഫ് യേശുവിന് പേരിടുന്നത്. അവന് പേര് കൊടുക്കുന്നത് ജോസഫാണ്. അപ്പോൾ അതിൽ നിന്ന് ആ പിതൃത്വം ജോസഫ് സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനത്താലാണ് ഇവൾ ഗർഭിണിയായിരുന്നു. ജോസഫ് സ്വീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് സംശയങ്ങളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് മനുഷ്യനുണ്ടാക്കാവുന്ന സംശയമാണ്. പക്ഷേ ജോസഫിനും അർത്ഥം മുഴുവൻ മനസ്സിലായില്ലെങ്കിലും ഈ ഒരു ദൈവിക വെളിപാട് കൊണ്ട് അവന് മനസ്സിലായി ദൈവത്തിൻ്റെ പുത്രനാണ് ജനിക്കാൻ പോവുക. ഈ ദൈവപുത്രൻ്റെ വളർത്തുപിതാവാകാനുള്ള ഉത്തരവാദിത്വമാണ് ജോസഫിനെ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നീതിമാനായ ജോസഫിനെ കുറിച്ച് പറയും. നീതിമാനാണ്. ആ നീതിമാൻ മറ്റൊരാളെയും ദ്രോഹിക്കാത്തവനാണ്. തനിക്ക് മനസ്സിലാവാത്ത കാര്യവും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ ആ ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങിയ ജോസഫ്, ആ ജോസഫ് ഇവിടെ യേശുവിൻ്റെ വളർത്തുപിതാവായി തീരുന്നു. ഈ വളർത്തുപിതാവാണ് പിന്നീട് ചരിത്രത്തിലെ ശിശുവിനെ നയിക്കുക. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മംഗലവാർത്ത കാലത്ത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. രക്ഷാചരിത്രം, യേശുവുമായി ബന്ധപ്പെട്ട ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം ആരംഭിക്കുന്നത് ഇപ്രകാരമുള്ളൊരു ദൈവിക ഇടപെടലിലൂടെയാണ്. മറിയം എന്ന കന്യകയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് അവൻ ജനിക്കുക. സാധാരണക്കാരനായി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പാവപ്പെട്ട ഒരു തൊഴിലാളിയെ. വലിയ സ്ഥാനങ്ങളൊന്നും അവകാശപ്പെടാനില്ല. അറിയപ്പെടാത്തൊരു കുഗ്രാമമായ നസ്രത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. അദ്ദേഹം ആശാരിപ്പണിക്കാരനാണ്. ആശാരിപ്പണിക്കാരൻ്റെ തച്ചൻ്റെ മകനെന്നാണ് പിന്നീട് ദൈവത്തിൻ്റെ പുത്രൻ അറിയപ്പെടുക. അപ്പോൾ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും എളിയ വ്യക്തികളെയാണ്. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് കടന്നു വരിക. ആർക്കും അവൻ്റെ അടുക്കിലേക്ക് വരാം. രാജകൊട്ടാരത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും
വലിയവർക്കേ കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഗ്രാമത്തിൽ ഉള്ള ഒരു വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന യുവതിയായ മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവദൂതൻ കടന്നു വരികയും അവളുടെ സമ്മതത്തിന് കാത്തു നിൽക്കുകയും അവളുടെ സമ്മതമനുസരിച്ച് ദൈവത്തിൻ്റെ പുത്രനിവിടെ ജനിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ദൈവം കടന്നു വരുന്ന അസാധാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളെ ശ്രദ്ധിപ്പിക്കുകയാണ്. എന്തു പാഠമാണ് ഇതിലൂടെ സുവിശേഷം നമുക്ക് നൽകുക? ഈ മംഗലവാർത്തയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും മനോഭാവമാണ്. എപ്രകാരം അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവം കടന്നു വരുമ്പോൾ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? മനസ്സിലാവുന്നില്ലെങ്കിലും നിൻ്റെ ദാസി, ഇതാ നിൻ്റെ ദാസി, ഇതാ നിൻ്റെ ദാസൻ. ദൈവമേ, നിൻ്റെ ഹിതമെന്തോ അതിന് നിറവേറട്ടെ. പലപ്പോഴും പല രീതിയിലുള്ള ദൈവവിളികളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. സന്യാസത്തിലേക്കായിരിക്കാം, പൗരോഹിത്യത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മിഷണറിമാരായിട്ട് പോകാനായിരിക്കാം, പല രീതിയിലുള്ള, അതല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിലായിരിക്കാം, പലതരത്തിലുള്ള വിളികൾ വരുന്നുണ്ട്. എൻ്റെ കഴിവിന് അതീതമാണെന്ന് തോന്നാവുന്ന സാഹചര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വിളിച്ചു എന്ന് വരും. പക്ഷെ നമ്മൾ ഓർക്കണം, ഓരോ മനുഷ്യ വ്യക്തിയും ദൈവത്തിൻ്റെ കരങ്ങളിൽ വിലപ്പെട്ടവനാണ്. ഓരോ മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. എലിസബത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നതുപോലെ, ജോസഫിനെയും മറിയത്തെയും സംബന്ധിച്ചുണ്ടായിരുന്നതുപോലെ നമ്മളെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവം നമ്മുടെ അടുക്കലും ഈ വെളിപ്പെടുത്തൽ നൽകും. ദൈവത്തിൻ്റെ ഹിതത്തിന് ഞാൻ കാതോർക്കണം. ഇതാ കർത്താവിൻ്റെ ദാസൻ, കർത്താവിൻ്റെ ദാസി, നിൻ്റെ തിരുവചനം നിറവേറട്ടെ. അപ്പം മറിയത്തിൻ്റെ മാതൃക നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. അവിടെ വിശദീകരണം ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഇതെങ്ങനെ സംഭവിക്കും, എന്നിൽ നിന്ന് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? അത് സക്കറിയയുടെ ചോദ്യം പോലെ ആയിരുന്നു. സക്കറിയ ചോദിച്ചു, എന്ത് അടയാളമാണ് എനിക്ക് തരിക? എൻ്റെ ഭാര്യ വന്ധിയാണ്, ഞാൻ വൃദ്ധനുമാണ്, ഇതെങ്ങനെ സംഭവിക്കും? എന്തടയാളം? മറിയം ചോദിക്കുക, എന്ത് അടയാളമല്ല, ഞാൻ എന്തു ചെയ്യണം? എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. ആ ഒരു വിധേയത്വം. ഇപ്പോൾ മംഗലവാർത്ത ദൈവത്തിൻ്റെ ഈ ദാനവും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ഒരുമിച്ച് പോകുന്നതിൻ്റെ അടയാളമാണ്. ആരെയും ദൈവം നിർബന്ധിക്കുന്നില്ല. നൽകുന്ന ദാനം ഹൃദയം തുറന്ന് സ്വീകരിക്കണം. എനിക്കെന്തു തന്നാലും അത് ദൈവം തരുന്നതാണ്. ദൈവത്തിൻ്റെ കരം, സ്നേഹമുള്ള പിതാവിൻ്റെ കരമാണെന്ന ബുദ്ധിയോട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ ഇപ്രകാരം മറിയവും ജോസഫും സ്വീകരിക്കാൻ സന്നദ്ധമായതുകൊണ്ടാണ് നമുക്ക് രക്ഷകനെ കിട്ടിയത്. ദൈവത്തിൻ്റെ വിളിക്ക് കാതോർക്കുന്ന വ്യക്തികൾ, അതെങ്ങോട്ടാവരുമായിട്ട് ഏത് രീതിയിലുള്ള വിളിക്കാണെങ്കിലും കാതോർക്കുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തികളിലൂടെയാണ് ഈ രക്ഷാചരിത്രം മുന്നേറുന്നത്. അതോടൊപ്പം നമ്മൾ ഒന്നുകൂടി കണക്കാക്കണം, ഈ വന്നിരിക്കുന്ന മനുഷ്യനായി അവതരിക്കുന്ന ഈ ദൈവ ശിശു വളരെ സാധാരണക്കാരനായിട്ടാണ് വരിക. സാധാരണക്കാരിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവിക സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. വേറൊന്നുകൂടി ഓർക്കണം, ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അത് കൈനീട്ടി സ്വീകരിക്കാൻ സന്നദ്ധമാവണം. ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. മറിയം സ്വീകരിക്കാൻ സന്നദ്ധയായി. അത് മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷകനായി. ഇന്നും ജീവൻ രക്ഷകനായിട്ടാണ് കടന്നു വരിക. ഓരോ മനുഷ്യ ശിശുവും വലിയ രക്ഷയുടെ അടയാളമായിട്ടാണ് കടന്നു വരുന്നത്. ഹൃദയം തുറന്ന് സ്വീകരിക്കാനായിട്ട് സന്നദ്ധമാവുക. വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ. നമ്മൾ പിന്നീട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ധ്യാനിക്കേണ്ട വിഷയമാണ്. ഏതായാലും ഈ മംഗലവാർത്ത ഒന്നേ ഉള്ളൂ, ജീവന് വേണ്ടി ഒരു തുറവി, ദൈവം നൽകുന്ന ജീവനെ സ്വീകരിക്കാനായിട്ട് സന്നദ്ധമാവുക. അതിന് സന്നദ്ധയായ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. ഔസേപ്പിതാവിൻ്റെയും മാതൃകയും മധ്യസ്ഥതയും നമുക്ക് സഹായമാകട്ടെ. നമുക്ക് ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ പാപം നിറഞ്ഞ കലുഷിതമായ വേദനയുടെ ഈ താഴ്വരയിലേക്ക് അവിടുന്ന് മനുഷ്യനായി കടന്നു വരാനും ഞങ്ങളുടെ രക്ഷകനായി ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും എല്ലാം ഏറ്റെടുക്കാനും അവയെ കുരിശിത്തറച്ച് ഉത്ഥാനത്തിലൂടെ പുതുതാക്കി മാറ്റാനും അവിടുത്തെ തിരുപുത്രനെ അയച്ച ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവമേ, പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും അങ്ങയുടെ വചനത്തിന് കാതോർത്ത് പൂർണ്ണമായി സ്വയം സമർപ്പിച്ചതുപോലെ പൂർണ്ണമായി ഹൃദയം തുറന്ന് അങ്ങയെ അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.